മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്ന, പുള്ളിയുടെ എല്ലാ സിനിമയും നമ്മൾ കാത്തിരിക്കും. ഏറ്റവും കൂടുതൽ കാത്തിരുന്നതിൻ്റെ കാരണം ലാലേട്ടൻ എന്നുള്ള എലമെൻ്റാണ്. മാത്രമല്ല, ലാലേട്ടൻ്റെ കരിയർ ബെസ്റ്റായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഉൾപ്പെടെ നിങ്ങളിൽ പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. രാവിലെ 6 മണിക്കൊക്കെ പോയി ഇങ്ങനെ തിയേറ്ററിൽ പായും വിരിച്ച് കിടന്ന് സിനിമ കണ്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക എന്നൊക്കെ പറയുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് താൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ കാണാനായിട്ട് മാത്രം, പ്രിയപ്പെട്ടവരെ, ഐ റിപ്പീറ്റ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ക്ലാസ് മാസ് മൂവി കാണാൻ വേണ്ടി മാത്രം പോകണം. നിങ്ങൾ ലാലേട്ടൻ്റെ പടം കാണാൻ പോരുത്. മലയാളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് കാണാൻ പോകണം. ലാലേട്ടൻ എന്ന നടനെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പോകണം. പ്രിയട്ടോ, അതല്ലാണ്ട് നിങ്ങൾ ലാലേട്ടൻ ഇപ്പോൾ വരും എന്നിട്ട് ഭയങ്കര മാസ്, കംപ്ലീറ്റ് മാസ് അല്ല. സിനിമ കംപ്ലീറ്റ് മാസ് അല്ലെങ്കിൽ കൂടിയുണ്ടല്ലോ, പടം മാസാണ്. അതാണ് ആ ലിജോയുടെ മേക്കിംഗ്. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമ, മലയാളത്തിൽ എന്നല്ല, പാൻ ഇന്ത്യയിൽ എന്നല്ല, ലോകത്താകമാനമായിട്ട് ഈ ഒരു ജോണറിലുള്ള സിനിമ വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ്. ഇവർ പറഞ്ഞതുപോലെ കാലമില്ല, ദേശമില്ല, ഈ ഭാഷയ്ക്ക് പ്രസക്തിയില്ല. ഇങ്ങനെ നാടോടി നടക്കുന്നൊരു സിനിമ, ഒരു 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 വെസ്റ്റേൺ കൾച്ചറിലേക്ക് നമ്മളെ അറിയാണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നൊരു സിനിമ, പല നാടിൻ്റെ തനിമ. എന്താ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനൊരു വിഷ്വൽ ട്രീറ്റ് കണ്ടിട്ടില്ല മലയാള സിനിമയിൽ ഇത്തവണ. ഒരു പക്ഷേ ഒരു ഓസ്കാർ എൻട്രി സിനിമാറ്റോഗ്രാഫിക്കോ ഡയറക്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ പോലും സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഞാനത് തള്ളിമറിക്കുന്നതല്ല, അതിനൊരു സാധ്യതയുണ്ട്. കാര്യം അമ്മാതിരി വിഷ്വൽസാണ്. ഒരു ഭീകരമായ വിഷ്വൽസ് എന്ന് വെച്ചാൽ നമ്മളതിൽ അലിഞ്ഞു. ഓരോന്നിൻ്റെയും കളർ ടോൺ, ആ കളർ പാറ്റേൺ, അത് തിരഞ്ഞെടുത്തിരിക്കുന്ന രീതി, പടം കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ, 4 ഫൈറ്റ്, ആ 4 ഫൈറ്റിൽ പോലുമുള്ള ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രഫി, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി, അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി, ഈ പടത്തിലെ 4 സ്റ്റണ്ടുകളും നിങ്ങളെ വിസ്മയിപ്പിക്കും. കാര്യം ഇങ്ങനെ, അതായത് ഈ രീതിയിൽ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ലാലേട്ടൻ്റെ ഇൻട്രോ മാസ്. ഇനി അത് കഴിഞ്ഞിട്ട്, ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ കഴിഞ്ഞിട്ട് അതിനേക്കാൾ മാസമായിട്ടുള്ള മറ്റൊരു സീക്വൻസ് ഉണ്ട്. എൻ്റെ ഒരു പ്രശ്നം, ഈ സിനിമയെക്കുറിച്ച് എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോകേണ്ട സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടാലേ മലൈക്കോട്ടെ വാലിബൻ എന്ന ദൃശ്യവിസ്മയം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുള്ളൂ എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. ഡയറക്ഷൻ സൈഡിലേക്ക് വരാം. മലയാളത്തിൻ്റെ എണ്ണം പറഞ്ഞ സിനിമകൾ നമുക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ, ലിജോ ജോസ് പെല്ലിശ്ശേരി. നമ്മൾ ഈ പറഞ്ഞ പോലെ പലരുടെയും യൂണിവേഴ്സ് സിനിമകളൊക്കെ വരുന്നു, അത് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഗസ്, ഈ പടം അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സാണ്. അതായത് ഈ സിനിമയ്ക്ക് ഇനി വരാനിരിക്കുന്ന ഒരു സീക്വലുണ്ട്. അങ്ങനെ ഒരു സീക്വൽ ഉണ്ട് എന്നത് പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പടം അവസാനിക്കുക. അതായത് ഈ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം എന്ന് പറയുന്നില്ലേ, ഇനി കാണപ്പോകുന്ന 2ാമത്തെ സീക്വലാണ് ഇതിൻ്റെ നിജം. പിന്നീട് ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ സംഭവിക്കുന്നു. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലെജൻഡറി ഫീൽ തരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ നമുക്ക് തരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ പെന്നിങ്, അതായത് ഇത് എഴുതിയിരിക്കുന്നൊരു രീതി, ഇത് ഒരു നിർബന്ധ ബുദ്ധിയിൽ എഴുതിയതാണ് തോന്നുന്നു. അതായത് ഒരു സൂപ്പർ താരത്തിന് നമ്മൾ ഈ സിനിമയ്ക്കകത്തേക്ക് ഉപയോഗിക്കുകയാണ്, ലാലേട്ടനെ പോലെ ഒരു ലെജൻഡറി ആക്ടറെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സ്ക്രീൻ പ്രസൻസ് വെച്ച് സിനിമ പോകാനും പാടില്ല. മറ്റെല്ലാ ആർട്ടിസ്റ്റും, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്, ലിജോ ജോസിൻ്റെ എല്ലാ സിനിമകളിലും വന്ന് തലകാണിച്ചു പോകുന്ന ഒരു ക്യാരക്ടറിന് പോലും അവൻ്റേതായ ഒരു വ്യക്തിത്വവും ഐഡൻറ്റിറ്റിയും ഉള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ഈ സിനിമ അങ്ങനെ തന്നെയാണ്. വന്നു പോകുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ വഴിയിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു ക്യാരക്ടറോ ഒക്കെ നമ്മളെ കുറേ കഥകൾ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ആ ആളിലൊരു കഥയുണ്ടെന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്ന ക്യാരക്ടറൈസേഷനാണ് എല്ലാം. അതിലേറ്റവും മനോഹരമായിട്ടൊരു സൂപ്പർ താരത്തിനെ ഉപയോഗിക്കുമ്പോൾ 2 ചലഞ്ച് ആയിരിക്കണം അദ്ദേഹം സംവിധായകൻ എന്നുള്ള രീതിയിൽ നേരിട്ടുണ്ടാവുക. ഒന്ന്, ലാലേട്ടൻ്റെ ഒരു മാസ് ഇമേജ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലാലേട്ടൻ ഇപ്പോൾ വരും, വന്നിട്ട് ലാലേട്ടൻ തകർക്കും. ആ പ്രതീക്ഷയെ താഴെ കൊണ്ടുവരാൻ പാടില്ല, അതൊരു വലിയ ചലഞ്ച്. 2, ലിജോയുടെ പടമാണ്. അദ്ദേഹം കോംപ്രമൈസുകൾക്ക് തയ്യാറല്ലാത്തൊരു സംവിധായകനാണെന്ന് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ മാജിക് എന്തായിരിക്കും, ആ ബ്ലെൻഡ് എന്തായിരിക്കും? ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു സൂപ്പർ സ്റ്റാർഡവും പിന്നെ ലിജോ ജോസ് എന്ന മനുഷ്യൻ്റെ ആ ഒരു ഡയറക്ടോറിയൽ സ്കില്ലും കൂടി എങ്ങനെയായിരിക്കും ബ്ലെൻഡ് ആവുക എന്നുള്ളതാണ് ഞാൻ തിയേറ്ററിൽ നിന്നപ്പോൾ കണ്ടത് കേട്ടോ. അസാധ്യമായിട്ടത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് പോലുള്ളൊരു മിക്സ് ആൻഡ് മാച്ചാണത്. അതിൻ്റെ ഒരു മാജിക് ഉണ്ട്, അതിൻ്റെ ഒരു മാജിക്കൽ മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇപ്പം ലാലേട്ടനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ല എന്നൊക്കെ തിയേറ്റർ റെസ്പോൺസുകൾ ഞാൻ പടം കണ്ടിറങ്ങിയപ്പോൾ കേട്ടു. അത് ലാലേട്ടനെ ഉപയോഗിക്കേണ്ട ഒരു സിനിമയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒരു കഥ, അതിലെ മലൈക്കോട്ടെ വാലിബൻ എന്ന ക്യാരക്ടർ, അത് മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് ലാലേട്ടനല്ലാണ്ട് ഒരാളെയും നമുക്ക് ആ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റില്ല. കാര്യം ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ, ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ
നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഇത് ലാലേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തിയേറ്റർ റെസ്പോൺസുകൾ മാത്രം വിശ്വസിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമ കാണാൻ പോകുന്നത് കേട്ടോ. കാര്യം ഈ സിനിമ സംവദിക്കപ്പെടുന്ന രീതി മറ്റൊന്നാണ്. അതിന് ഈ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ പറ്റും. കാര്യം എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയായിരുന്നു, ഇതൊരു ലിജോ പടമാണ്. ലിജോ പടം നമ്മൾ കരുതുന്ന പോലെ ലാലേട്ടൻ ഇങ്ങോട്ട് വന്ന് കുറേ സ്റ്റണ്ട് ഫൈറ്റ് കാര്യങ്ങൾ സാധനങ്ങൾ കുറേ അതല്ല. എന്നാൽ ഇതെല്ലാം ആ സിനിമയിലുണ്ടാവും. അതിനെ കൃത്യമായ രീതിയിലായിരിക്കും അദ്ദേഹം പ്ലേസ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അറിയാവുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. ഈ സിനിമ അങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ലാലേട്ടൻ്റെ മാസ് കാണാനായിട്ട് മാത്രം തിയേറ്ററിൽ പോകരുത്. നിങ്ങളെ ത്രസിപ്പിക്കുന്ന, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാലേട്ടൻ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ ബോയുടെ അല്ലെങ്കിൽ ഒരു ഫാൻ ഗേളിൻ്റെ മുഴുവൻ മാസ്മരികതയും കൊണ്ടുവരുന്ന നിമിഷങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അത് മാത്രം വെച്ചിട്ടല്ല ഈ സിനിമ പോയിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സിനിമ നല്ലതാണ്, സിനിമ വേറൊരു ലെവലാണ്. നമുക്കൊരിക്കലും ഇമാജിൻ, അതായത് ഇവരിപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞില്ലേ മറ്റേ അമർ ചിത്രകഥ കാണുന്നൊരു ഫീല്, എക്സാക്ട്ലി അതാണ്. ഒരു നാടോടിക്കഥ കേട്ടിരിക്കുന്ന, ഒരു നാടോടിക്കഥ കണ്ടിരിക്കുന്ന ലാഘവത്തിൽ, അതിൻ്റെ ഒരു സൗന്ദര്യത്തിൽ, ലാലേട്ടൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കണ്ടല്ലോ, ഇദ്ദേഹത്തിന് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടൊരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ആക്ടറെ നമുക്ക് കാണാൻ പറ്റില്ല തന്നെ. അദ്ദേഹം ആ സിനിമയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ പിന്നീട് അത് ലാലേട്ടൻ ഈ കഥ വായിക്കുമ്പോൾ തന്നെ ലാലേട്ടന് മനസ്സിലായിട്ടുണ്ടാവും, ഒരിക്കലും നമ്മൾ കരുതുന്ന പോലെ ഒരു ഭയങ്കര മാസ് ആക്ഷൻ എൻ്റർടൈനർ അല്ല, ഇതൊരു ക്ലാസ് മാസ് മൂവിയാണെന്ന് ലാലേട്ടൻ തന്നെ അറിയായിരിക്കുമല്ലോ. അത്രമേൽ ഇൻട്രസ്റ്റോടു കൂടിയായിരിക്കും അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടാവുക. അത് കൃത്യമായിട്ട് ഓരോ വിഷ്വലിലും കാണാനുണ്ട്. പിന്നെ ലാലേട്ടൻ എടുത്തിരിക്കുന്ന എഫേർട്ടുണ്ട്. ലാലേട്ടനാവട്ടെ ഈ സിനിമയുടെ ക്രൂ ആവട്ടെ, ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചലഞ്ചിങ് ഫാക്ടറൊക്കെ തോന്നിയത് ഭയങ്കര തരിശ് നിലവൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര തരിശായിട്ട് കിടക്കുന്ന ലാൻഡ്, അതിനെപ്പോലും ക്യാമറ ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു രീതി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഒന്നുമില്ലായ്മയെ പോലും ഭംഗിയോടെ അവതരിപ്പിക്കുന്ന ഒരു വിഷ്വൽ മാജിക്കാണ്. ഫാമിലി ആയിട്ട് പോകണം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോകാം, തിയേറ്ററിൽ തന്നെ പോകണം. കാരണം ഇത് OTT വന്ന് കാണാനിരിക്കേണ്ട ഒരു സിനിമയല്ല. കാരണം ഇത് വിഷ്വൽ ട്രീറ്റാണ്. അതായത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൊരു ദൃശ്യ വിസ്മയം. മലയാളി അതെങ്ങനെ ടേക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യൻ സിനിമയും ലോക സിനിമയും ഈ സിനിമയെ അതിൻ്റേതായിട്ടുള്ളൊരു റെഫറൻസ് ഗ്രന്ഥമാക്കിയോ റെഫറൻസ് മൂവിയാക്കിയോ ഒരു പ്ലേസ് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മലൈക്കോട്ടെ വാലിഭൻ വൺ ടൈം വാച്ചബിൾ അല്ല, ഒരുപാട് തവണ കാണാവുന്ന സിനിമയാണ്. ആ സിനിമയെ ആ സിനിമയുടേതായ രീതിയിൽ സമീപിച്ചാൽ മാത്രം. ഉറപ്പായിട്ടും പോയി കാണണേ.